സ്പീച്ച് ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. ഇപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ലിവിങ് വേൾഡ് എന്താണ്? ലിവിങ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലിവിങ് എന്ന് പറയുന്നത് നമ്മൾ ജീവനോട് ഇരിക്കുന്ന വസ്തുക്കൾ. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവരെ ജീവനുള്ളതെന്ന് വിളിക്കുന്നത്? ഇല്ലേ? അതായത് ഈ ഓരോ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസും അതുപോലെ ഒരുപാട് സങ്കീർണമായ കാര്യങ്ങളൊക്കെ ഒരു ലിവിങ് ബീയിൽ നടക്കുന്നുണ്ട്. അതായത് കെമിക്കൽ റിയാക്ഷൻസ്, പിന്നെ ആ കെമിക്കൽ റിയാക്ഷൻസ് വഴി ആ ലിവിങ് ഓർഗാനിസം വളരുന്നു. പിന്നെ അവരുടെ ഡെവലപ്മെൻറ്റ്, റെസ്പോൺസ്നെസ്, അഡാപ്റ്റേഷൻ, അതുപോലെ റിപ്രൊഡക്ഷൻ, ഇതൊക്കെ കാണിക്കുന്നവരാണ് ഈ ലിവിങ് ബീൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഇത് വയ്ക്കുന്നത് എന്താണ് ഈ ലിവിങ്ങിൻ്റെ ഡിഫൈനിങ് ക്യാരക്ടർ എന്ന് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ വളരുക എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസും വളരുന്നുണ്ട്. അതായത് ഒരു മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ സെൽ ഡിവിഷൻ വഴി വളരുന്നുണ്ട്. യൂണിസെല്ലുലാർ ഓർഗാനിസം സെൽ ഡിവിഷൻ വഴി വളരുന്നുണ്ട്. അതുപോലെ ഇൻക്രീസ് ഇൻ മാസും ഇൻക്രീസ് ഇൻ നമ്പറുമാണ് നമ്മൾ ഗ്രോത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എടുക്കുന്നത്. അതായത് മാസ് കൂടുക അല്ലെങ്കിൽ സെൽ നമ്പർ ഇൻക്രീസ് ചെയ്യുക, അങ്ങനെ വഴിയാണ് നമ്മളത് വളർന്നു എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സ് അവരുടെ ലൈഫിൽ മൊത്തം ത്രൂ ഔട്ട് ദ ലൈഫ് അവർ വളരുന്നുണ്ട്. പക്ഷേ ആനിമൽസ് ആണെങ്കിൽ അവർ സർട്ടൺ ഏജ് വരെ വളരുന്നുണ്ട്. പക്ഷേ അവരുടെ എന്തെങ്കിലും സെല്ലിന് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് റിപ്ലേസ് ചെയ്യാൻ വേണ്ടി, ലോസ്റ്റ് സെല്ലിനെ റിപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെൽ ഡിവിഷൻ നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ നമ്മൾ ഗ്രോത്തിനെ അങ്ങനെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഒരു മൗണ്ടെയിൻ്റെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതും വളരുന്നില്ലേ? മൗണ്ടെയിനിൽ ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടാണ് ഗ്രോത്ത് നടക്കുന്നത്. അതായത് പക്ഷേ പുറത്തുനിന്ന് ഓരോന്ന് വന്ന് ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് അക്രീഷൻ എന്ന് പറഞ്ഞ് നടന്നിട്ട്, അതായത് ഓരോ ഇതൊക്കെ വന്ന് അടിഞ്ഞ് അതും വളരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രോത്തിനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഓർഗാനിസിൻ്റെ ഉള്ളിൽ നിന്നാണ് ഗ്രോത്ത് നടക്കുന്നതെങ്കിൽ നമ്മൾ ഗ്രോത്തിനെ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് എടുത്തിട്ടില്ല. അതുപോലെ തന്നെ മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ബോഡിയിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസിനൊക്കെ ഒരുപാട് റിയാക്ഷൻ സംഭവിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത്. സം ടോട്ടൽ ഓഫ് ഓൾ റിയാക്ഷനെയാണ് മെറ്റബോളിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ മെറ്റബോളിസം ലിവിങ് ബീങ്സിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാലും ഐസൊലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ ഈ ഇൻവിട്രോ പോലുള്ള ഇതൊക്കെ, അതായത് ഇൻവിട്രോ അങ്ങനെയുള്ളതൊക്കെ ലിവിങ് റിയാക്ഷൻസ് പുറത്ത്, അതായത് ബോഡിയുടെ പുറത്തായിട്ടും ലിവിങ് റിയാക്ഷൻസ് നടക്കാറുണ്ട്. പക്ഷെ അത് ലിവിങ് ആണോ? അല്ല. അതൊരു എക്സെപ്ഷനായിട്ട് എടുത്തു കഴിഞ്ഞാലും മെറ്റബോളിസം എന്ന് പറയുന്നത് നമുക്ക് ലിവിങ് ഓർഗാനിസിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. മെറ്റബോളിസം അപ്പോൾ ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. ലിവിങ് ഓർഗാനിസിൽ മാത്രമാണ് നടക്കുന്നത്. പുറത്ത് ഇതുപോലെ നടക്കാമെങ്കിലും നോൺ ലിവിങ് ഓർഗാനിസത്തിൽ ഒരിക്കലും അങ്ങനെ മെറ്റബോളിസം നടക്കില്ല. അപ്പോൾ മെറ്റബോളിസം എന്ന് പറയുന്നത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം ആണ്. അതുപോലെ തന്നെ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ്, അവബോധം. അതായത് നമുക്ക് ഇപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന് മാത്രമേ അവരുടെ സറൗണ്ടിങ്ങിനെ പറ്റിയിട്ടും അവരെ പറ്റിയിട്ടും ഒക്കെയുള്ള അവബോധം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള സെൽഫ് അവെയർനെസ്സും കോൺഷ്യസ്നെസ്സും ഒക്കെ ഉണ്ട്. പക്ഷെ നോൺ ലിവിങ് തിങ്സിന് അതുപോലെ ഉണ്ടോ? ഇല്ല. പ്ലാന്റ്സിൻ്റെ കേസ് എടുത്ത് നോക്കിയാലും അവർ വാട്ടറിനോട് അഡാപ്റ്റ് ചെയ്യുന്നതും അങ്ങനെ ഫോട്ടോ പീരിയഡ് റെസ്പോൺസ് ഒക്കെ എന്തെന്ന് പറയുന്നത് അതൊക്കെ കോൺഷ്യസ്നെസ് ആണ്. അത് സെൽഫ് കോൺഷ്യസ്നെസ് ഉള്ളത് ആർക്ക് മാത്രമാണ്? ലിവിങ് ബീങ്സിന് മാത്രമാണ്. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം തന്നെയാണ്. അതുപോലെ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതായത് ഒരു പ്രൊഡക്ഷൻ ഓഫ് പ്രൊജനി മോർ ഓർ ലെസ് റിസംബിൾ ടു ദ പേരൻസുമായിട്ട് സിമിലർ ആയിട്ട്, അതായത് ഒരുപാട് സിമിലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അടുത്തൊരു പ്രൊജനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിപ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. കാരണം റിപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ലിവിങ് ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ളതിൽ തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യാത്തവരുണ്ട്. എക്സാമ്പിൾ മ്യൂൾസും വർക്കർ ബീസും ഇൻഫെർട്ടൈൽ ആയിട്ടുള്ള ഹ്യൂമൻ കപ്പിൾസും ഇവരാരും റിപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവർ ലിവിങ് ഓർഗാനിസം അല്ല നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റിപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി അല്ല. അപ്പോൾ ഗ്രോത്ത് ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. റിപ്രൊഡക്ഷൻ ഈസ് നോട്ട് എ ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. പിന്നെ ഏതൊക്കെയാണ് ഡിഫൈനിങ് പ്രോപ്പർട്ടീസ് നമുക്ക് പറയാൻ പറ്റുന്നത്? മെറ്റബോളിസവും കോൺഷ്യസ്നെസ്സും ആണ് ലിവിങ് ബീങ്സിൻ്റെ ഡിഫൈനിങ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ. പിന്നെ
ഡൈവേഴ്സിറ്റി ഇൻ എ ലിവിങ് വേൾഡ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഒരു ഗാർഡനിൽ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതിനെക്കാട്ടിലും ഓർഗാനിസം നമ്മളൊരു സൂവിലോ അല്ലെങ്കിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനിലോ അതുപോലെ തന്നെ നമ്മളൊരു ഫോറസ്റ്റിലോ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെയൊക്കെ കാണുന്നത് ഒരുപാട് സ്പീഷീസും ഒരുപാട് ഇതൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതായത് ഒരുപാടുണ്ട് നമ്മുടെ അങ്ങനെ സ്പീഷീസും ഫുൾ നമ്മുടെ ബയോസ്ഫിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമ്പർ ഓഫ് സ്പീഷീസ് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്പർ ഓഫ് സ്പീഷീസ് ദാറ്റ് ആർ നോൺ ആൻഡ് ഡിസ്ക്രൈബ്ഡ് റേഞ്ച്. ഇതുവരെയായിട്ടും നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് നമ്മൾ തിരിച്ചറിഞ്ഞതുമായിട്ടുള്ള നമ്പർ തിരിച്ചറിയപ്പെടാതെയായിട്ട് ഒരുപാട് ഉണ്ടാവും. പക്ഷെ ഇപ്പം തിരിച്ചറിഞ്ഞ ഡിസ്ക്രൈബ് ചെയ്തതും ആ റേഞ്ച് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ ആണ്. 1.7 to 1.8 മില്യൺ ആണ് ഇപ്പോൾ ഉള്ള നമ്മുടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ബയോഡൈവേഴ്സിറ്റിയാണ്. നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം സീൻ ഓൺ എർത്ത്. എർത്തിൽ കാണാൻ പറ്റുന്ന നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസം ആണ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഓർഗാനിസത്തിലും ഓരോ സാധനങ്ങൾക്കും ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ ഓരോ പേരാണെങ്കിൽ അതൊന്ന് ഓർത്ത് വയ്ക്കും. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്, സ്റ്റഡി നടത്താനൊക്കെ പോവുകയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് അതിന് വേറെ പേരായിരിക്കും. അപ്പോൾ നമ്മൾ അയ്യോ അതെന്ത് ചെയ്യുക, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണത്. ഒരേ സാധനത്തിന് തന്നെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അതിനൊക്കെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യും. അതിന് എല്ലായിടത്തും വേൾഡ് ഫുൾ ഒരൊറ്റ പേരിൽ അറിയപ്പെടുന്ന രീതിയിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നോമൻക്ലേച്ചർ വന്നത്. നോമൻക്ലേച്ചർ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഓരോ സ്പീഷീസിനെ എടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ, പിന്നെ നോമൻക്ലേച്ചർ. അങ്ങനെ ഇത്രയും ഇതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ക്ലാസിഫിക്കേഷൻ നടത്തിയതിനു ശേഷം നമ്മൾ അതിന് പേരിട്ടു. ഈ പേരിടുന്നതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം അതിന് ജനറിക് നെയിം, അതിന് കൂടെ സ്പീഷീസ് നെയിമും കൂടെ കൊടുക്കും. അതായത് ജീനസിൻ്റെ നെയിം പ്ലസ് സ്പീഷീസ് നെയിം, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പേരിടുന്നത്. അപ്പോൾ ഇതുപോലെ 2 കമ്പോണൻസ് വന്നിട്ടാണ് നമ്മൾ പേരിടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിക്കും. ദിസ് നെയിം ഹാസ് 2 പാർട്സ്. 2 പാർട്സ് ഉണ്ട്. അപ്പോൾ ഒരു ജനറിക് പാർട്ടും ഉണ്ട്, ഒരു സ്പീഷീസ് എപ്പിറ്ററ്റും ഉണ്ട്. അപ്പോൾ ഇതുപോലെ 2 ഘടകങ്ങൾ വരുന്നത് കൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. അത് തന്നതാണ് കാൾ ലിനേഴ്സ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെന്നൊക്കെ കാണിക്കുന്നത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. അവർ ആനിമൽസിൻ്റെ നെയിമൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ അവർ പ്ലാന്റ്സിൻ്റെ നെയിമൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. ICZN അതായത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ, ICBN അതായത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇനി ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ പറഞ്ഞത് എന്താണ്? ഒരു സ്പീഷീസിന് പേരിട ചടങ്ങാണ്. ഒരു സ്പീഷീസിന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്ത് ഇത് ഇന്ന ആളാണെന്നൊക്കെ മനസ്സിലായി. അപ്പോൾ നമ്മൾ അതിനെ പേരിടാൻ പോകുമ്പോഴത്തേക്ക് അതിൻ്റെ സ്പീഷീസ് നെയിമും ഉണ്ട്, ജീനസ് നെയിമും ഉണ്ട്. ഇത് രണ്ടും കൂടെ എടുത്ത് അതിനെക്കുറിച്ച് നമ്മൾ പറയും. അപ്പോൾ ആദ്യം അതിൻ്റെ ജീനസ് നെയിം നമ്മൾ എടുക്കും, അതിനുശേഷം അതിൻ്റെ സ്പീഷീസ് നെയിം കൂടെ എടുക്കും. ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് അതിന് നമ്മൾ പേരിടുന്നത്. അപ്പോൾ ഈ 2 കമ്പോണൻസ് ഉള്ളത് നമ്മൾ ബയോനോമിയൽ നോമൻക്ലേച്ചർ എന്ന് വിളിച്ച് ഇത് പ്രപ്പോസ് ചെയ്ത് കാൾ ലിനേഴ്സ് ആണ്. അപ്പോൾ ഇതിന് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ആ റൂൾസ് എന്ന് നോക്കാം. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. നമ്മൾ ബയോളജിക്കൽ നെയിംസ് എന്ന് പറയുന്നത് ജനറലി ലാറ്റിൻ ആണ് ഒറിജിൻ. അത് നമ്മൾ എഴുതുമ്പോഴത്ത് ഇറ്റാലിക്സിൽ എഴുതും. First word represent genus name and second word represent the specific epithet or species name. അതിലെ ഫസ്റ്റ് വേർഡ് സൂചിപ്പിക്കുന്നത് ജീനസ് നെയിമിനെയും സെക്കൻഡ് വേർഡ് സൂചിപ്പിക്കുന്നത് സ്പെസിഫിക് എപ്പിറ്ററ്റ് അല്ലെങ്കിൽ സ്പീഷീസ് നെയിമിനെയും ആണ്. നമ്മൾ അത് ഹാൻഡ് റിട്ടൺ, അത് കൈകൊണ്ട് നമ്മൾ എഴുതുന്ന സമയത്താണെങ്കിൽ ആ 2 നെയിമിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യും. The names are printed in italics. നമ്മൾ അതിനെ ഇറ്റാലിക്സിൽ പ്രിന്റ് ചെയ്യും. The first name genus start with a capital letter and the second name start with a small letter. Second name small letter കൊണ്ട് ഫസ്റ്റ് നെയിം ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടുമാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ, അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചർ വഴിയുള്ള ഒരെണ്ണത്തിൻ്റെ സയൻറ്റിഫിക് നെയിം എഴുതുമ്പോൾ നമ്മൾ പാലിക്കേണ്ട റൂൾസ് ആണ് ഇതൊക്കെ. എന്തൊക്കെയാണ്? അപ്പോൾ ഞാനൊരു നെയിം എഴുതാം, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോസാപ്പിയൻസ്.
അപ്പോൾ ഇത് നമ്മൾ എഴുതുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം, കാരണം നമ്മളിപ്പോൾ ഹാൻഡ് റിട്ടൺ ആണ്. അപ്പോൾ ഈ രണ്ട് പേര്, ഇതെന്ന് പറയുന്നതിൻ്റെ ജീനസ് നെയിമാണ്, ഇതെന്ന് പറയുന്നതിൻ്റെ സ്പീഷീസ് നെയിമാണ്. ജീനസ് നെയിം നമ്മളെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, സ്പീഷീസ് നെയിം സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. നമ്മളിത് പ്രിൻറ്റ് ചെയ്യുമ്പോഴാണെങ്കിൽ ഇറ്റാലിക്സിൽ പ്രിൻറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഹാൻഡ് റിട്ടൺ ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഹോമോസാപ്പിയൻസ്. ഇതുപോലെ തന്നെ നമുക്ക് നെയിം ഓഫ് ഓതറിനെ സ്പീഷീസ് നെയിമിൻ്റെ കൂടെ ചേർക്കാൻ പറ്റും. അറ്റ് ദ എൻഡ് ഓഫ് ബയോളജിക്കൽ നെയിം നമുക്ക് ആ ഓതറിൻ്റെ നെയിം, ഇപ്പോൾ കാൾ ലിനേഴ്സ് എന്ന് പറയുന്ന നെയിം അബ്രിവിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ലിൻ എന്ന് ചേർക്കാൻ പറ്റും. അതുപോലെയാണ് മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നതിന് അങ്ങനെ വന്നിട്ടുണ്ട്. മാഞ്ചിഫെറ മാംഗോ, മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ അങ്ങനെ ചേർക്കാം. മാഞ്ചിഫെറ ഇൻഡിക്ക ലിൻ. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റ് ദ സ്പീഷീസ് വാസ് ഡിസ്ക്രൈബ്ഡ് ബൈ ലിനേയസ്. ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് എന്താണ്? ഈ സ്പീഷീസ് ഡിസ്കവർ ചെയ്തത് ലിനേയസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. അതുപോലെ ആ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേര് നമുക്ക് ഇതുപോലെ കാണിക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് റൂൾസ്? ബയോളജിക്കൽ നെയിം നമ്മൾ ജനറലി ലാറ്റിനിലാണ് എഴുതുന്നത്, ലാറ്റിനിലാണുള്ളത്. അത് നമ്മൾ ഇറ്റാലിക്സിൽ എഴുതും. ഫസ്റ്റ് വേർഡ് ജീനസിനെ കാണിക്കുന്നു, സെക്കൻഡ് വേർഡ് സ്പീഷീസിനെ കാണിക്കുന്നു. ഹാൻഡ് റിട്ടൺ ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് നെയിംസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യും. ഇത് പ്രിന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇറ്റാലിക്സിലാണ് പ്രിന്റ് ചെയ്യുന്നത്. ഫസ്റ്റ് നെയിം ഓഫ് ജീനസ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ ആൻഡ് ദ സെക്കൻഡ് നെയിം സ്റ്റാർട്ട് വിത്ത് സ്മോൾ ലെറ്റർ. സെക്കൻഡ് നെയിം സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് ഓർഗാനിസംസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെല്ലാവരെയും കൂടെ നമ്മൾ പഠിക്കുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനെല്ലാവരെയും നമ്മൾ പോസിബിൾ ആയിട്ടൊരു രീതിയിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കാറ്റഗറൈസേഷൻ ഓഫ് ആനിമൽസ് ബേസ്ഡ് ഓൺ സം ഈസിലി ഒബ്സർവബിൾ ഫീച്ചേഴ്സ്. നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഫീച്ചേഴ്സ് വെച്ചിട്ട് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. കാറ്റഗറൈസേഷൻ ഓഫ് ആനിമൽസ് based on easily observable features. The scientific term for these categories is called taxa. ഇപ്പോൾ നമ്മൾ പറയും ഇൻസെക്ട്സ് ആണ്, ആനിമൽസ് ആണ്, ബേർഡ്സ് ആണെന്നൊക്കെ പറയില്ല, അതെന്നൊക്കെ പറയുന്നൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ്. അതുപോലെ നമ്മൾ ഈ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള ടേം ആണ്. The scientific term for these categories is called taxa. ഇതുപോലെ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നതിന് നമ്മൾ സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന പേരാണ് ടാക്സ. The taxa can indicate categories at very different levels. Different levelsലുള്ള categoriesനെ indicate ചെയ്യാൻ ടാക്സയ്ക്ക് പറ്റും. Based on characteristics of living organism can be classified into different taxa. This process of classification is called taxonomy. ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന് ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഓരോരോ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമുക്കതിനെ ഡിഫറെൻറ്റ് ടാക്സ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടാക്സ ആയിട്ട് ഒരു ലിവിങ് ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. ഓക്കെ, അപ്പോൾ ഒരുപാട് എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്നും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ക്ലാസിഫൈ ചെയ്തൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ഏതാണ് എന്താണെന്നൊക്കെ ഓർത്ത് നമ്മൾ ആകെ ഇതാവും. അപ്പോൾ നമുക്ക് അതിനെ ഒരു കാറ്റഗറി ആയിട്ട് തിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഈസി ഒബ്സർവബിൾ ആയിട്ടുള്ള ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ കാറ്റഗറൈസേഷൻ ആനിമൽസ് ബേസ്ഡ് ഓൺ ഈസി ഒബ്സർവബിൾ ഫീച്ചേഴ്സ് ആണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിനെ ആ കാറ്റഗറീസ് ആയിട്ട് തിരിക്കുന്നതിനെ നമ്മൾ പറയുന്ന ആ ഓരോ കാറ്റഗറീസ് അതിനെ പറയുന്ന നമ്മൾ പേരാണ് ടാക്സ എന്ന്. Then ഈ ടാക്സ ഇൻഡിക്കേറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് അറ്റ് വെരി ഡിഫറെൻറ്റ് ലെവൽ. ഓരോ ലെവൽസിലും ഈ ടാക്സ കാണിക്കും. അതുപോലെ നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് ലിവിങ് ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് ടാക്സ ആയിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടാക്സോണമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ടാക്സോണമി കാറ്റഗറീസ് ഏതൊക്കെയാണെന്നൊക്കെ ഇനി പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലിവിങ് വേൾഡിൽ ഇൻട്രോയിൽ പറയുന്നത്. ഫുൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പീഷീസ് റേഞ്ച് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ ആണ്. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ ഓരോ സ്ഥലത്തും പല നെയിം ആണെങ്കിൽ നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നമ്മളതിനെ ഒരു സ്റ്റാൻഡർഡൈസ് നെയിം കൊടുക്കണം. സ്റ്റാൻഡർഡൈസ് ആയിട്ട് നെയിം കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഒരു ഇൻ്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കോഡ് ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ ചേർന്ന് നമ്മൾ അതിനൊക്കെ പേര് കൊടുത്തു. അപ്പോൾ ആ പേര് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിം ആണെന്നാണ്. ഫുൾ വേൾഡിൽ നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ തന്നെയാണ്. മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് പറയുന്നത് ഫുൾ സ്ഥലത്ത് നിന്ന് മാംഗോ ട്രീ തന്നെയാണ്. അപ്പോൾ നമുക്കതൊരു നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി നടത്താൻ വേറൊരു സ്ഥലത്ത് പോലും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ നോമൻക്ലേച്ചർ ചെയ്തത്.
ചെയ്ത്. അപ്പോൾ നമ്മൾ അതിന് പേരിടുന്നതിന് നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഐഡൻറ്റിഫിക്കേഷൻ, നോമൻക്ലേച്ചർ, ക്ലാസിഫിക്കേഷൻ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിന് ഈസിലി ഒബ്സർവബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തു. ആ ക്ലാസിഫൈ ചെയ്ത ഡിഫറെൻറ്റ് കാറ്റഗറീസിനെ വിളിക്കുന്ന പേരാണ് ടാക്സ. ഇങ്ങനെ ടാക്സി ആയിട്ട് തിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമി. പിന്നെ ഈ ബയോളജിക്കൽ നോമൻക്ലേച്ചറിന് ഒരുപാട് റൂൾസ് ഉണ്ട്. അതായത് ഈ ജനറലി അത് ലാറ്റിനിലാണ് ഉള്ളത്. അത് ഇറ്റാലിക്സിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഫസ്റ്റ് വേർഡ് ജീനസിനെ കാണിക്കും, സെക്കൻഡ് വേർഡ് സ്പീഷീസിനെ കാണിക്കും. ഇത് നമ്മൾ ഹാൻഡ് റിട്ടൺ ചെയ്യുകയാണെങ്കിൽ അതിനെ സെപ്പറേറ്റ്ലി നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. അതുപോലെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലും സ്പീഷീസിൻ്റെ നെയിം എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിലും ആയിരിക്കണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.